പുറത്തു കാണിച്ചില്ല. നാളുകൾ കൊണ്ട് രാജൻ ശ്രമിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവൻ പോയി വരട്ടെ എന്ന് കരുതി അവർ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. ആർക്കും ഒന്നും ഉറക്കം വന്നില്ല. എല്ലാവരും കിടന്നെന്നറിഞ്ഞപ്പോൾ രാജൻ പതിയെ സന്ധ്യയുടെ അരികിലെത്തി. സന്ധ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. പലതും ഓർത്ത് കളിച്ചും ചിരിച്ചും കഥകൾ പറഞ്ഞും ഒരുമിച്ചു നടന്ന കാലം, നമ്മൾ ഒരു വീട്ടിൽ കഴിഞ്ഞ കാലം. പിറ്റേന്ന് രാവിലെ സന്ധ്യ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ അമ്മ വന്ന് പറഞ്ഞു, മോളെ, നീ ഇന്ന് സ്കൂളിൽ പോകണ്ട, രാജൻ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്, നമുക്കും കൂടെ പോകാം. ശരി അമ്മേ. 10 മണിയായപ്പോൾ അതാ രാജനും സന്ധ്യയും അമ്മയും കൂടി പുറത്തേക്ക് പോയി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ സന്ധ്യയ്ക്കും വാങ്ങിക്കൊടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അമ്മ പറഞ്ഞു, മോളെ, ഇന്ന് വൈകുന്നേരം നീ രാജനെയും കൂട്ടി അമ്പലത്തിൽ പോകണം. ദേവിയെ കണ്ട് എല്ലാ പ്രയാസങ്ങളും പറഞ്ഞ് നീ തൊഴണം. പ്രത്യേകിച്ച് ജോലിയുടെ കാര്യം മറക്കരുത്. ഇല്ലമ്മേ. അവർ വീട്ടിലേക്ക് വന്നു. വൈകുന്നേരമായപ്പോൾ അതാ സന്ധ്യ കുളിച്ച് സുന്ദരിയായി പട്ടുടുപ്പും പാവാടയും ധരിച്ച് മുടിയിൽ മുല്ലപ്പൂവും ചൂടി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി വരികയാണ്. തൊട്ട് പുറകെ രാജനുമുണ്ട്. ജുബയും മുണ്ടുമാണ് വേഷം. അവനെ ഇപ്പോൾ കണ്ടാൽ സുന്ദരനാണ്, സുന്ദരനാണ്, കണ്ണടയുണ്ട്, കയ്യിൽ വാച്ചുണ്ട്, ആഹാ കാണാൻ ബഹുകേമൻ, ഒരു നേരം പോക്കുണ്ട്. അവർ രണ്ടുപേരും നേരെ അമ്പലത്തിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കുറച്ചു ദൂരം ചെന്നപ്പോൾ രാജൻ പറഞ്ഞു, സന്ധ്യ, കുറച്ച് ദിവസമായി ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് സമ്മതമാണോ? അതോ നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും? രാജേട്ടാ! അവൾ നിശ്ചലം നിന്നുപോയി. എനിക്ക് രാജേട്ടനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. ഞാനത് രാജേട്ടനോട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വീട്ടിലുള്ളവർ അറിഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും? ഞാൻ രാജേട്ടനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല. ഇത് സത്യം, സത്യം. രാജൻ പെട്ടെന്ന് വന്ന് അവളുടെ 2 കരങ്ങളും പിടിച്ച് തൻ്റെ മാറോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ആ നെറ്റിയിൽ ചുംബിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിൽ തന്നെ ഇമവെട്ടാതെ നോക്കി നിന്നു. കണ്ണുകൾ കണ്ണോടിടഞ്ഞു, കരളുകൾ കവിതകൾ കൈമാറി, മൗനരാഗത്താലെഴുതിയവർ പ്രേമലേഖനമെഴുതി, മൗനരാഗത്താലെഴുതിയവർ പ്രേമലേഖനമെഴുതി. സമയേറെയായി, നമുക്ക് പോകാം. അവൾ പെട്ടെന്ന് ആ കൈകളിൽ നിന്നും കുതിരി മാറി അവർ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ചെന്ന് ദേവിയെ കണ്ടു തൊഴുതു, പ്രാർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളും ദേവിയോട് പറഞ്ഞു. എന്നിട്ട് അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു.